എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. 5ാം മാസത്തിലെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് നോക്കാട്ട. അപ്പൊ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര പണിയിലാണ്. ഞാനല്ല, അമ്മ ഇപ്പൊ അപ്പുറം പോയ ഗ്യാപ്പിൽ ഞാൻ വെറുതെ ഒന്ന് ഇത് ഇളക്കാൻ പറഞ്ഞിട്ട് ഇളക്കുന്നേ ഉള്ളൂ കേട്ടാ. അമ്മ ഇതാ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയെന്ന്, ചമ്മന്തിപ്പൊടി, ഇഡ്ലിപ്പൊടി ഉണ്ടല്ലോ, ഇഡ്ലിക്കെല്ലാം കൂട്ടുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നേ. കുളിക്കാൻ പോകുന്നത് ഇളമ്പക്കാക്കാനുണ്ട്. അതാ നീച്ചുട്ടി പറയുന്നത്. രാവിലെ ഇളമ്പക്ക വന്നിട്ടുണ്ടായിനെ. നമ്മൾ ഇളമ്പക്കാന്നാ പറയാ, വേറെ നാട്ടില് വേറെ ഇതായിരിക്കും, ആ ഭാഷ അറിയില്ല. ഇതുണ്ടല്ല കക്കയാന്ന് എന്ന് പറയാട്ടാ, കക്കയിറച്ചി എന്നല്ലേ പറയല്? അതെയാ, അതന്നെ. ഇത് ഇങ്ങനത്തെ ഈ സാധനം ഇളമ്പക്ക. ഇത് വന്നിട്ട് ഇപ്പൊ മേടിച്ചിട്ടുണ്ടായി. കൊറേ ദിവസമായി മേടിക്കണം വിചാരിക്കുന്നു. പിന്നെ കൊറേ പണിയല്ലേന്ന് വെച്ച് വിട്ടതാണ്. പിന്നെ ഇന്നേതായാലും രണ്ടും കൽപ്പിച്ച് മേടിച്ച്. നിച്ചൂട്ടി ആദ്യമായിട്ട് കാണുന്നതാണ് ഇതേ, അതാ ഇത്ര എക്സൈറ്റ്മെന്റ്. അപ്പൊ ഇതെല്ലാം ആക്കാനെല്ലാം ഉണ്ട് ഇന്ന്. അപ്പൊ എന്തായാലും നിച്ചൂട്ടിക്ക് ഇന്ന് ക്രിസ്മസ് പരിപാടിയാണ് അംഗനവാടിയില്. അപ്പൊ അതിന് റെഡിയാക്കിയിട്ട് വിടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇതിന്റെ റെസിപ്പി ഞാൻ അമ്മ വന്നിട്ട് പറഞ്ഞുതരാം. എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ അറിയില്ല. അമ്മേന്റെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിന്റെ റെസിപ്പി എന്ന് പറഞ്ഞാത്തെ. ഇഡലി അതല്ലേ ചമ്മന്തിപ്പൊടി? അതല്ല, ചമ്മന്തിപ്പൊടി പറഞ്ഞാൽ വേറെ അല്ലേ? ഇത് ഇഡലിപ്പൊടി. ഇഡലിക്കും ദോശക്കും ഡ്രൈ. എന്റെ എണ്ണയും കൂട്ടിയിട്ട് കുറച്ച് എണ്ണയിൽ ചായച്ചിട്ട് അതിൽ ചായത്തിൽ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. മോള് പറഞ്ഞ ചമ്മന്തിപ്പൊടി ഇട്ടിച്ച് ചാക്കുന്നില്ല, തേങ്ങയെല്ലാം കൂട്ടിട്ട്. തേങ്ങയെല്ലാം കൂടി ഇട്ടിച്ചാക്കുന്നത് അത് വേറെ അല്ലേ? ചമ്മന്തി ചോറിന് കൂട്ടുന്നത്. ഇത് ഇഡലിപ്പൊടിയാന്നേ, പറഞ്ഞത് മാറിപ്പോയി. അപ്പൊ ഇത് പൊന്നിയരി അല്ലേ അമ്മ? ഇത് പൊന്നിയരി വറുക്കുന്നുണ്ട്. വറുക്കണ ഇത് മറ്റേ മൊരിമൊരി ആവണം. നമ്മള് അരി വറുക്കുന്ന പോലെ, അരി ഉണ്ടാക്കാൻ പൊടിക്കുന്ന പോലെ അതേ ആവണം. ഇനി ഇതിലെന്തെല്ലാം ഉള്ളത്? ഇതില് കുരുമുളക്, ഉഴുന്നുപരിപ്പ്, ജീരകം. കുരുമുളക്, ഉഴുന്നുപരിപ്പ്, ജീരകം, ഉപ്പിട്ടിട്ടുണ്ട്, കറിവേപ്പില. ചൂടാക്കിയില്ലേ അമ്മ? അത് ആക്കി വെച്ചതാണ്. അതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിട്ട് വെച്ചിട്ടുണ്ട്. അമ്മ സെപ്പറേറ്റാ ചൂടാക്കല്. അത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ അരിയെ ഇനി വറുക്കണം. ഇത്രയെല്ലാം ഇൻഗ്രീഡിയൻസ് വേണ്ടു. കായപ്പൊടി എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് പൊടിച്ചോളൂ. കുപ്പിയിലിട്ട് വെച്ചാൽ മതി. ഞാൻ ഇത് ഇതുവരെ ഇവിടെ വന്നേ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നു. പക്ഷെ അത്യാവശ്യം തിരക്കുള്ള സമയം ചമ്മന്തി ഇറങ്ങാൻ ടൈം കിട്ടിയില്ല. വേഗം എടുത്തിട്ട് ലേശെണ്ണയും പച്ചവെള്ളം വെളിച്ചെണ്ണയും സൂപ്പറായി. അതിപ്പോ നാളെ തക്കടൂന്റെ അമ്മ പോകുന്നുണ്ട് എറണാകുളത്തേക്ക്. അപ്പൊ അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്. അവർക്ക് സമയം ഉണ്ടാവില്ലല്ലോ, കുറവായിരിക്കും രാവിലെ. അപ്പൊ അവര് പോകുമ്പോ കൊടുത്തു വെച്ചാൽ അവർക്ക് കുറച്ച് നാളത്തേക്ക് എത്തുമല്ലോ. അതിന് വേണ്ടിട്ടാണ്. അന്നത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇനി പൊടിച്ചിട്ട് കാണാം നമുക്ക്. നിച്ചുട്ടീനായിട്ട് കുളിപ്പിച്ച് കൊണ്ടിരുന്നുണ്ടേ. ആ സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ റെഡിയാക്കി വെക്കാം. ഇത് അമ്മയുടെ സ്പെഷ്യൽ ഇഡലിയാണ് ഇന്ന്. അപ്പൊ ഇഡലി ചട്നി. ഇന്നലെ കപ്പ ബാജി ഉണ്ടാക്കിയിട്ടുണ്ടായി, അത് കുറച്ചുണ്ട്. ഇച്ചിരി വേഗം ഉടുപ്പിട്ടിട്ട് വാട്ടാ. ഓക്കെ. നിച്ചുന് ദോശ വേണോ? ഇഡലി വേണോ? പറ. ദോശ വേണോ ഇഡലി വേണോ? ഏതാ വേണ്ടേ പറ കുട്ടി. ദോശയാക്കണ പറ. വേഗം പോരുന്ന, സമയം കളയല്ല. ഇഡലി തിന്നുവാ? ഒന്നുകൂടെ ഇത് വിളിക്കുന്നത്. അതിന് തലയെവിടെ? പറ പൊന്ന. ദോശ വേണോ? കുട്ടി ദോശ വേണോ? എന്നാ വേഗം ആക്കാം. ഞാൻ ഇതാ ഇഡലി എടുത്തിട്ടുണ്ട്. നിച്ചുട്ടിക്ക് കുട്ടി ദോശയാക്കിയിട്ട് ഇതാ പുറത്ത് പോയിരുന്നിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്നണം എന്നിട്ട് തിന്നുന്നുണ്ട്. ഞാൻ കഴിക്കട്ടെ. ചിട്ടി റെഡിയായാ? ക്രിസ്മസ് ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയായാ? സുന്ദരിയായി അമ്മേന്റെ വാവാ. മാച്ചിങ് ആക്കിയിട്ട് ഇന്നാ പിടിച്ചേ. സിന്ധു അവനെ നോക്ക്. അടിപൊളി കേട്ടാ. ക്രിസ്മസ് ട്രീ എല്ലാം ആക്കാൻ ടീച്ചറെ സഹായിക്കണേ.
കേട്ടാ. നമുക്ക് ഫോട്ടോ എടുക്കാലോ, തൊപ്പിയിട്ടിട്ട് വാ. കറക്റ്റ്. ഇതിന്റെ മുടി എവിടെയാന്ന് കാണുന്നില്ലേ, അതുകൊണ്ട് ഞാനൊരു ബ്രഹ്മാണ്ട മുടി ഇതിന് പൊത്തിയിട്ടുണ്ട്. ഇതാ ഏകദേശം പൊളന്ന് വന്നിട്ടുണ്ട്. കുറച്ചെണ്ണം കൂടി ഉണ്ട്, അതും കൂടെ പൊളന്നിട്ട് നമുക്ക് തൊലിക്കാൻ വേണ്ടി തുടങ്ങാം. കുറച്ച് കോരിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. പണ്ട് ഇത് വീട്ടിലാക്കുമ്പോണ്ടല്ല ഞാനും അമ്മയും കൂടി ഇരുന്ന് തിരിയും. അതെല്ലാം ഓർമ്മ വരുന്നു ഇപ്പൊ. ശരിക്കും പറഞ്ഞാൽ ഇത് ആലോചിക്കുമ്പോ ഞാൻ കുറെ ആയി മണിക്കാത്തിനോട്. പിന്നെ നമുക്കൊന്നും അധികം ശീലമില്ലല്ലോ നോൺ വെജ് ഒന്നും ആക്കിയിട്ട്. എന്നാലും 3-4 വട്ടം മണിച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ ഉണ്ടാവുമ്പോ അമ്മയും ഞാനും കൂടി തന്നെ ആക്കിയിട്ട് ശരിയാക്കിയിട്ടുണ്ട്. പണ്ട് ഇത് കറി വെക്കുമ്പോണ്ടല്ല ഈ ഇളമ്പക്കേന്റെ കുറച്ച് വെള്ളം, ഈ പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിക്കും കറിയില്. അപ്പൊ നല്ലൊരു ടേസ്റ്റ്, ഒരു സ്മെല്ലെല്ലാം വരാൻ വേണ്ടിട്ടായിട്ട്. പക്ഷെ ഇപ്പൊ നമ്മള് അത് ഒഴിക്കുന്ന ഒരു സുഖമില്ലല്ലോ. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു സുഖമില്ല. പക്ഷെ പണ്ടെല്ലാം അങ്ങനെ ചെയ്യുന്ന കാണലുണ്ട്, അമ്മയെല്ലാം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ആറട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. അമ്മേനെ ചമ്മന്തിപ്പൊടിയായാ? ചമ്മന്തിപ്പൊടി കുപ്പിയിലാക്കി സെറ്റ് ആക്കി അല്ലേ? ചമ്മന്തിപ്പൊടി അല്ല, ഇഡലിപ്പൊടി. അത് എനക്ക് ചമ്മന്തിപ്പൊടി വായിൽ വരുന്നല്ലോ. ചമ്മന്തിപ്പൊടി ഇതവളെ നല്ല ഫൈൻ ആയിട്ടുണ്ട് അല്ലേ? നല്ല നല്ല പൗഡർ പോലെ പൊടി. അവിടെ വെക്കമ്മ, അടക്കി വെക്ക. ഇതെന്താ ചാവുന്ന ചൂർണം പോലെ പണ്ട് പല്ലിയേക്കുന്ന ഒരു പൊടിയുടെ കളർ. ടേസ്റ്റ് നല്ല കറക്റ്റ് ആയി എരിവെല്ലാം ഉണ്ടല്ലേ? ഇത് അവർക്ക് കൊടുത്തേക്കാൻ വേണ്ടിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഇടഴിച്ചിട്ടുണ്ട്. ഏട്ടന് ഭയങ്കര ഇഷ്ടം. ഏട്ടനും അമ്മയാണ് ഇതിന്റെ ആൾക്കാര്, രണ്ടാൾക്കും ഇഷ്ടം. അപ്പൊ കുറച്ച് വെച്ചിട്ട് ബാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ എന്തല്ലോ അച്ഛൻ അച്ചാറും കുറച്ച് എന്താ ബേക്കറി നട്ട്സ് എല്ലാം മേടിച്ചിട്ടുണ്ട് കൊടുത്തേക്കാൻ. അപ്പൊ അതെല്ലാം സെറ്റായി. ഇതില്ലേ, ഇത് ചില സമയം അമ്മ തെരിതെരിപ്പോടെ പൊടിക്കുക. സാധാരണ അങ്ങനെയാണ് അമ്മ ആക്കല് നോർമലി. ഇന്ന് ഞാൻ നല്ലോണം പോടാം. ചില അഭിമാനമല്ല അത് എനിക്ക് ഇഷ്ടമുണ്ടാവുക. വേഗം മുഖ്യത്തിന്റെ ഓടുന്നല്ലേ, അതുകൊണ്ട് അത് അങ്ങനെ നന്നായി പൊടിച്ചിട്ടുണ്ട് ഇന്ന്. ഇല്ല കുഴപ്പമില്ല, ഒരു എരിവും കൂടെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കുരുമുളകിന്റെ ജീരകത്തിന്റെ മണം ഉണ്ടല്ലേ, അടിപൊളി ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി സംഭവം, സെറ്റായി. കറക്റ്റ് എരിവെല്ലാം വന്നിന്. കാരണം അവര് ധൃതി പിടിച്ചിട്ട് പോകുന്നില്ല. അപ്പൊ ചമ്മന്തി അരക്കാനും കറി വെക്കാനും സമയമില്ലാത്ത സമയം കുറച്ച് എണ്ണയും മുട്ടിച്ചാല് അടിപൊളിയാവും. എന്നിട്ട് നമ്മളിതാ അടുക്കളയിൽ നിന്നാന്നേ ഇരിയാൻ വേണ്ടി പോന്ന്. അമ്മ സെറ്റായി, ഞാൻ ഇരിക്കാൻ പോകുവോന്ന്. സാധാരണ പുറത്തുനിന്ന് മുറ്റത്തുനിന്നാണ് ആക്കുക. പക്ഷെ ഭയങ്കര വെയിലാടാ, ഇരിക്കാൻ പറ്റുന്നില്ല. ഇടാകുമ്പോ ഫാൻ ഇട്ട് ഇരിക്കാലോ, അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. അമ്മേടെ മുഖത്ത് മീശ ഉണ്ടാ, ഇതിന്റെ സ്മെല്ല് വരുന്നതായിട്ട് ബോറോ പ്ലസ് കഴിച്ചതാ. സ്മെല്ല് വരുന്നതായിട്ട് ബോറോ പ്ലസ് കഴിച്ചില്ല അമ്മ. അപ്പൊ നമ്മള് വേഗം ഇത് ഇരിയട്ടെ എന്തായാലും. അപ്പൊ കൊറേ നേരത്തെ പരിശ്രമത്തിന്റെ ഒടുവിൽ ഇതാ സക്സസ് ആയി. ഇത്ര പോരെയുള്ളു, ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ടും സാധനം ഇത്രയേ ഉള്ളൂ. വേസ്റ്റ് എത്ര പാടുണ്ട് നോക്കറ. ഈ വേസ്റ്റ് ഇതാക്കിയിട്ട് ഇത് കളയണം, എന്നാല് ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇതാ ഇത്ര നേരം ആക്കിയിട്ട് ഇത് ഇത്ര പോയാന്നുള്ളത്. അപ്പൊ ഇനി എണീക്കട്ടെ. നമ്മളെ പണി കഴിഞ്ഞപ്പോ ഏട്ടന് പണി കൊടുത്തിട്ടുണ്ടേ. ഏട്ടന്റെ സ്ഥിരം പണി ആസ്ഥാന ഉള്ളി മുറിക്കൽ വിദഗ്ധനാണ് ഏട്ടൻ. ഉള്ളി മുറിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. കുറച്ച് വറവും ആക്കണം, കുറച്ച് ഒരു പിടി എടുത്തിട്ട് കറിയാക്കാന്നാ വിചാരിക്കുന്നത്. വിളമ്പൊക്കെ മാങ്ങയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പണ്ട് അമ്മയെല്ലാം വെക്കലുണ്ട്. അപ്പം ഇന്നലെ അച്ഛൻ വരുമ്പോൾ പച്ചമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അത് ഇട്ട് കുറച്ച് കറിയും ആക്കാം. അമ്മക്കെന്താ വേണ്ടേ? അളമ്പ കൊലത്തിയതാ. അമ്മേന്റെ മീശ പോയിട്ടില്ല, ബോറോ പ്ലസ് പോയിട്ടില്ല. ഹാൻഡ് വാഷിലിട്ട് കഴുകിയാ എന്നാ മണം പോവും. ഏട്ടൻ മുറിക്കുക, ഞാൻ വത്തക്ക കേട്ടാ. ഞാനിതാ കുറച്ച് മാങ്ങയും കുറച്ച് ഇളമ്പക്കി ഉള്ളിയും എന്നാന്ന് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനിടാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാമല്ലോ. കുറച്ച് കറിയാക്കാൻ വേണ്ടിയിട്ട് സമയം 12 മണിയാവാനായി. ഇനി കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യട്ടെ. കുറച്ചൊരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം. എനിക്ക് പെട്ടെന്ന് ഒരു സംശയം, എളമ്പക്കയിൽ മാങ്ങ ഇടലില്ലേ? ഏച്ചിനെ വിളിക്കുമ്പോ കോൾ എടുക്കുന്നില്ല, എവിടെ പോയിന് പോന്നു. എന്റെ അമ്മമ്മേനെ വിളിച്ചിട്ടുണ്ടായിനെ, കാങ്കോല, എന്റെ അമ്മേന്റെ അമ്മ. അപ്പൊ അമ്മമ്മയോട് ചോദിച്ചപ്പോ പറഞ്ഞു, ആ മോളെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല പാങ്ങുണ്ടാവും എന്നാ പറയില്ല അമ്മമ്മ. നല്ല പാങ്ങുണ്ടാവും അങ്ങനെ വെച്ചാല് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് വെക്കാന്ന് വിചാരിച്ചു. തേങ്ങ അരച്ചത് ഇതിലേക്ക് കൂട്ടേ. എന്നമ്മേ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ലാസ്റ്റ് കടുകും കൂടെ തളിച്ചിട്ടാൽ മതി, വേഗം ആവും സംഭവം. വിളമ്പൊക്കെ ഇരിഞ്ഞെടുക്കാനുള്ള സമയം വേണ്ടു. അപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് നമുക്ക് ഒന്ന് കടുകെല്ലാം പൊട്ടിച്ചിടാം. കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ ഇതാ ചുവന്ന ഉള്ളി ഉണ്ടല്ലോ, ചെറുങ്ങനെ മുറിച്ചിട്ടുണ്ട്, അതും ഒന്ന് കഴിച്ചെടുക്കാം നമുക്ക്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ അമ്മമ്മേനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിന് വെളുത്തുള്ളി വറുത്തിടുമ്പോൾ വെളുത്തുള്ളി കുത്തിയിട്ട് അതിൻ്റെ ഒരു മണവും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഏതായാലും അമ്മമ്മ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതും കൂടെ ഒന്ന് കുത്തിയിട്ടേക്കാം. ഇനി വറവാക്കാനുള്ള ഉള്ളിയെല്ലാം എവിടെ ഉള്ളത്, അതിൻ്റെ പണിയുണ്ട് അത്ര. നിങ്ങൾ എത്ര ആളിങ്ങനെ ചെയ്യലുണ്ട് എന്നറിയില്ല. ഈ വറുത്തിടുന്നതിലേക്കുണ്ടല്ലോ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് കരിയാൻ പാടില്ല, വേഗം ഒന്ന് ചുറ്റിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നമുക്ക് നല്ലൊരു കളർ കിട്ടും. ജസ്റ്റ് ഒന്ന് ആക്കുകയെ വേണ്ടേ. നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് വേണ്ട, ഈ കളർ ഇങ്ങനെ മേലെ പാറിപ്പറന്ന് നടക്കും. അപ്പം നമുക്ക് കറിക്ക് എരിവ് അധികം ആവൂല്ല, എന്നാൽ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ ഇളമ്പക്ക കറി ഇവിടെ റെഡി. നമുക്ക് വറവിൻ്റെ മേത്തേക്ക് കയറാം. പറയണത് വറവാക്കാനുണ്ടല്ലോ, ഈ ഉള്ളിയിലേക്ക് നമ്മൾ ഇളമ്പക്കയും പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പിന്നെ ഇടമേ ഒരു പിടി തേങ്ങ, കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി. നമ്മളിത് കൂടുതൽ പെപ്പർ ഇട്ടിട്ടാണ് കേട്ടോ ആക്കുക, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി. ബാക്കി നമ്മളെ കുരുമുളക് പൊടി. നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി പിന്നെ ഇടാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. വേണ്ടപ്പെട്ട ഒരു കാര്യം ഇടാൻ മറന്നുപോയേ, ഉപ്പ്. ഇത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇത് അമ്മ ഇങ്ങനെ ആക്കല്, അമ്മ ഇങ്ങനെയാണോ ആക്കല് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു മൈൻഡിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ തന്നെ ചെയ്യലുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല.
എന്നിട്ട് ഒന്ന് ആദ്യം വറവിലിടേ, കുറച്ച് കടുവും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറേ ദിവസമായേ കൂട്ടണം എന്ന് കുറേ നാളായി അന്നേ വിചാരിക്കുന്നു. പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് മേടിക്കാണ്ട് തന്നെയാണേ. എന്നിട്ട് ഒരു ദിവസം നമ്മൾ ഇന്നാള് കണ്ണൂരിൽ പോയപ്പം അന്നെന്തിനാ പോയ അമ്മക്ക് സാരി എടുക്കാനോ ഇതിനു പോയപ്പം വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരുമ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അവർ വൃത്തിയാക്കുന്നുണ്ടാവോ അതെല്ലാം ഒരു ഇതല്ലേ. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിനെ. പക്ഷെ വൃത്തിയാക്കുന്ന കാര്യത്തിലേ ഡൗട്ടുള്ളൂ. എന്നാലും ആ ഒരു ആശക്ക് അത് അന്നേരം കൂട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഇന്നാണ് സമയം കിട്ടിയത് മേടിക്കാൻ വേണ്ടിയിട്ട്. കറിവേപ്പില കഴിക്കുവേ. ഇതിലേക്ക് തട്ടി കൊടുക്കാം. അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളം ജസ്റ്റ് നനച്ചു ഒന്നിങ്ങനെ തെളിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. മൂടി വെച്ച് വേവിക്കുമ്പോൾ ഉള്ളിയല്ലേ, അതിനകത്തുനിന്ന് അങ്ങനെ ആയിക്കോളും. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുരുമുളകും ഇതെല്ലാം ഇടേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ, എരിവ് അധികം ആക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ചിട്ടതേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം. ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടക്കിടക്കൊന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം അച്ഛൻ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വർത്താനം പറഞ്ഞ് ഇരുന്ന് പോയി. എന്താ ഓൾമോസ്റ്റ് ആയേ. കുറച്ചിങ്ങനെ കുഴഞ്ഞ രൂപത്തിൽ തന്നെയാണ് കേട്ടോ നമ്മളെ വറവുണ്ടാവുക. നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ കുറച്ച് വറവറാന്നുണ്ടാവും. എന്ന് വെച്ചാൽ അവർ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ മിനിഞ്ഞാന്ന് കഴിച്ചാൽ അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്നാകുമ്പോൾ അത്ര എണ്ണ നമുക്ക് കൈ പോകില്ലല്ലോ. അത്ര എണ്ണ എടുത്തിട്ടാക്കാൻ വേണ്ടി നമുക്ക് ഹെൽത്തി അല്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കല്. പെപ്പറിന്റെ കളറായതുകൊണ്ട് ഈ കളർ. ഇതിന് പകരം മുളക് പൊടി ഇട്ടിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ചുവപ്പ് കളർ കിട്ടും. പക്ഷെ പെപ്പറാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവല്. ഏട്ടൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. വെള്ളം വരുന്നുണ്ടോ? അപ്പൊ ഇതാ ഇളമ്പക്ക വറവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഇളമ്പക്ക വറവ് റെഡി ആയിട്ടുണ്ട്. പാത്രം മാറ്റി വെച്ചു. നല്ല മണമുണ്ട്. ഇങ്ങനെയാണ് ലാസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇതുള്ളതുകൊണ്ടാണ് ഒന്ന് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പൊ വേഗം ചോറുണ്ടാവും. 1 മണി ആവുന്നേ ഉള്ളൂ. പക്ഷെ ചോറ് കഴിക്കാം. ഇളമ്പക്ക കറി, ഇളമ്പക്ക വറവ്, അമ്മേന്റെ ഇന്നലത്തെ പപ്പായ പച്ചടി, പയറ് വറവ്. ഏട്ടാ എങ്ങനെയുണ്ട് കറി? വറവോ? സൂപ്പറാ. അമ്മ എങ്ങനെയുണ്ട്? അമ്മേന്റെ കുമ്പളങ്ങ മൊളീശനും പച്ചടി. അതാണ് അമ്മേന്റെ സൂപ്പർ. ഫുഡും കൂടെ കഴിക്കുമ്പോഴേക്ക് കുറച്ച് ടയേർഡായി പോയി കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. കറി ആയാലും വറവായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ല ഫുഡെല്ലാം കഴിച്ച് എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് ഉച്ചക്കെല്ലാം കിടക്കുമ്പോണ്ടല്ല ഇങ്ങനെ ഇരുട്ടാക്കിയിട്ട് കിടക്കണം റൂം. വെയിലിങ്ങനെ അടിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് കർട്ടനെല്ലാം അടിച്ച് ഇരുട്ടാക്കിയിട്ടാണ് ഉച്ചക്കെല്ലാം കിടക്കുക. അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ്. ഉറങ്ങിപ്പോയാൽ പണി കിട്ടും രാത്രി. അതുകൊണ്ട് കുറച്ച് നേരം വെറുതെ കിടക്കട്ടെ. ഇങ്ങമാടി പോയിട്ട് വന്നാ? എങ്ങനെയുണ്ടായി ക്രിസ്മസ് പരിപാടിയെല്ലാം? അടിച്ചു പൊളിച്ചാ? ഫോട്ടോ എല്ലാം അമ്മ കണ്ടിനി. ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എല്ലാം കണ്ടിനി കേട്ടാ. ചായ കുടിക്കുവാ? എന്നാ ചായക്കടി? പഴംപൊരി അച്ചപ്പം. മൂലാന്നും പറഞ്ഞിട്ട് അച്ഛ ആ വീഡിയോയില് കാണിച്ചു തന്നെ. അച്ഛനെ കാണിച്ചു തന്നെയാന്ന്. ഉറങ്ങൂലെന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് ഉറങ്ങിപ്പോയിട്ട് ആ ക്ഷീണത്തിന് മോള് വരുമ്പോ അത്രേ ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ശിവരാത്രി ആയിരിക്കും. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ കുറച്ച് വൈകിപ്പോയിനെ. ഇന്നലെ 5 മണിയാകുമ്പോ ഇവര് രണ്ടാളും ബാത്റൂമിലെല്ലാം പോവാൻ എണീച്ച് പിന്നെ എന്റെ ഉറക്കം പോയി. ഓള് പോയി, പിന്നെ ഏട്ട പോയി, പിന്നെ എന്റെ ഉറക്കം പോയിട്ട് ഉറക്കം ശരിയായിട്ടില്ല. ആ ഒരു ക്ഷീണത്തിന് ഉറങ്ങിപ്പോയതാ. ഇന്ന് രാത്രി കണക്കന്നെ.